എന്താ ക്യാമറയിലൊരു പോകും. ഈ ഹെയർ സ്റ്റൈൽ എനിക്ക് ചെയ്യുന്നുണ്ടോ? മഴക്ക് വട്ടായെന്ന് തോന്നുന്നു ഗൈസ്. പതിവ് പോലെ തന്നെ ഞങ്ങൾ എന്നും വരുന്ന സ്ഥലത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നമ്മൾ ചെറിയ ഷോപ്പിങ്ങിനൊക്കെ പോകുന്നുണ്ട്. വൈകുന്നേരമാണ് പോകുന്നത്. ഇതിപ്പോൾ ഉച്ചക്കത്തെയാണ് കേട്ടോ കാണിക്കുന്നത്. പെരുന്നാൾ വരുമല്ലേ, അപ്പോൾ അതിന് ഡ്രസ്സ് എടുക്കാനൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുവാണ്. പിന്നെ അപ്പുറത്ത് റൈസ് സെറ്റാക്കുന്നുണ്ട്. ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഉമ്മ വന്നിട്ടുണ്ട്. ഉമ്മ മാത്രമേ ഉള്ളൂ. 2 ദിവസമായി വന്നിട്ട് 2 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ ആളില്ല കേട്ടോ, തിരിച്ചു പോയി. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ദേ ഉമ്മ ബിരിയാണിക്കുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാനവിടെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വീഡിയോയും എടുക്കുന്നുണ്ട്. ശനിയാഴ്ച വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. സൺഡേ പിന്നെ പുള്ളിക്കാരൻ വീട്ടിൽ കാണും, ഷോപ്പില്ലാത്തതുകൊണ്ട് കാണും. പിന്നെ ശനിയാഴ്ചന് എന്താണ് ജോലിയും ചോദിച്ചിട്ട് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞാലും പിന്നെയും ചോദിക്കും. എനിക്ക് തോന്നുന്നു പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസൊന്നും പ്രോപ്പറായിട്ട് കാണാതെ ആയിരിക്കും ചോദിക്കുന്നത്. ശനിയാഴ്ച മൊബൈൽ ടെക്നീഷ്യനാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ കുറച്ചടുത്ത് തന്നെ, കുറച്ച് പോകാനുണ്ട്. ഒരു ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്, മൊബൈൽ ടെക്നീഷ്യനാണ്. അപ്പോൾ ഇനി ആരും ചോദിക്കരുത്. അങ്ങനെ ബിരിയാണിയൊക്കെ റെഡിയായി നമ്മൾ കഴിക്കാനായിട്ടിരുന്ന്. ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് പെരിന്തൽമണ്ണ പോകാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ ഡ്രസ്സ് എടുക്കാനായിട്ട്. അങ്ങനെ നല്ല അടിപൊളി ബിരിയാണി എല്ലാം കഴിച്ച്. അപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പം ഫുള്ള് മഴയാണല്ലോ. വെയിലാണെങ്കിൽ ഇവിടെ തീരെയില്ല, ഫുള്ള് മഴയാണ്. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പം ഞാൻ റെഡിയായി ഡ്രസ്സ് മാറ്റി മേക്കപ്പൊക്കെ ചെയ്ത് ഹെയർ സ്റ്റൈലൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പറയും സെയിം ഹെയർ സ്റ്റൈൽ ചെയ്യണ്ട, ഒന്ന് മാറ്റി പിടിക്കുമെന്ന്. അപ്പം ഞാൻ ഒന്ന് മാറ്റി പിടിച്ചാണ്. കുഴപ്പമില്ല, അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല എനിക്ക്. എന്നാലും ജസ്റ്റ് നിങ്ങളൊക്കെ പറഞ്ഞില്ലേ എന്ന് വിചാരിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് വേറെ സ്റ്റൈൽ നോക്കിയതാണ്. ഈ ഹെയർ സ്റ്റൈൽ എനിക്ക് ചെയ്യുന്നുണ്ടോ? സത്യസന്ധമായി പറ. കുളത്തിലെ പഴയ തന്നെയാണ് നല്ലത്. കമന്റ്സ് ആണ് എപ്പോഴും ഒരേ ഹെയർ മുഖത്തിന് അറിയേ. കുശുമ്പാണ് ഗൈസ്, എനിക്ക് സൗന്ദര്യം ഉള്ളതുണ്ട്. രസമില്ലെങ്കിൽ മാറ്റാനാ പറ. ഭംഗിയുണ്ടോ ഇല്ലേന്ന് പറ. മൈൻഡ് ചെയ്ത് പോണണ്ട, അതങ്ങനെ ഒരു സാധനം. ഞാൻ ഈ മുടി ഫ്രണ്ടിലോട്ട് ഇടുന്ന വേറൊന്നും കൊണ്ടല്ല കേട്ടോ. എൻ്റെ ഫേസിൽ കുറച്ച് വണ്ണമുണ്ട്, അപ്പോൾ അത് അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇടുന്നത്. എൻ്റെ മിക്ക വീഡിയോസിൻ്റെ കമൻസിലും കാണും മുടി വിട്ടിട്ടൊരു കളിയില്ലേന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ മൂത്ത നാത്തവും വാങ്ങിച്ച സ്ഥലമാണ് കേട്ടോ, അങ്ങോട്ടാണ് പോയത്. അവിടെ ഈയിടെയാണ് കിണർ കുത്തിയത്. അപ്പോൾ എൻ്റെ ഉമ്മാനെ ആ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഷിനാജിൻ്റെ ഉമ്മയും എൻ്റെ ഉമ്മയും കൂടെ ഓട്ടോയിൽ പോയി, ഞങ്ങൾ സ്കൂട്ടിയിലും പോയി. ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്കും മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി. ഇതാണെങ്കിൽ നല്ല അടിപൊളി സ്ഥലമാണ്, പ്രകൃതിയോട് ഭയങ്കരമായിട്ട് ഇണങ്ങിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈയിടെയാണ് കിണർ കുത്തിയത്. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. പിന്നെ അവിടെ കുറച്ച് നേരം നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് മഴ പെയ്തുകൊണ്ട് അവിടെ നിന്ന് പോയി. ഞാനാണെങ്കിൽ മഴക്കോട്ട് വീട്ടിൽ വെച്ചിട്ടാണ് വന്നത്, എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അതിന് ഷിനാജിൻ്റെ വായിൽ നിന്ന് കുറച്ച് ചീത്തയൊക്കെ കേട്ടായിരുന്നു. പിന്നെ വീട്ടിൽ പോയി മഴക്കോട്ട് എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ പെരിന്തൽമണ്ണ പോയത്. എന്ത്, ഞാൻ ശരിക്കും മറന്നുപോയതാ. വീട്ടിൽ നിന്ന് കോട്ട് എടുക്കാൻ മറന്നുപോയി, എടുക്കാൻ തിരിച്ചു പോവാണ്. സ്വന്തമായി കോട്ടിടുന്നു. ഇവിടെ മഴ പെയ്തു. എന്താ ക്യാമറയിലൊരു പോകും, ശരിക്കും പോകുകയാണ്. മേക്കപ്പ് ഇട്ടതൊക്കെ വെറുതെ ആയി. ഞാൻ കോട്ടെടുക്കാൻ മറന്നുകൊണ്ട് എന്നെ നനച്ച് കൊണ്ടുവന്ന് പറഞ്ഞു. ഞങ്ങളാണെങ്കിൽ അവിടെ ചെന്നിട്ട് ഒരു 5 മിനിറ്റ് പോലും തികച്ചു നിന്നില്ല കേട്ടോ. മഴ പെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഞാനാണെങ്കിൽ കോട്ടെടുക്കാത്തതുകൊണ്ട് ഷിനാജ് പറഞ്ഞു, നീ എൻ്റെ കൂടെ വണ്ടി കയറിയാൽ മതി, നനച്ച് ഞാൻ നിന്നെ കൊണ്ടുവന്ന്. ഓട്ടോയിൽ കയറണ്ടെന്ന് പറഞ്ഞു ഇവരോട്. പക്ഷെ ഉമ്മ ചീത്ത പറഞ്ഞ് എന്നെ ഓട്ടോയിൽ കയറ്റി. അങ്ങനെ വീട്ടിൽ നിന്ന് മഴക്കോട്ടെടുത്ത് ഞങ്ങൾ പെരിന്തൽമണ്ണ പോകാൻ ഇറങ്ങി. മഴക്ക് വട്ടായെന്ന് തോന്നുന്നു ഗൈസ്. ഇപ്പോൾ വെയിലായി. വീട്ടിൽ തിരിച്ചു പോയി കോട്ടെടുത്ത് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല വെയിലും വന്നു. എന്താണാവോ ഈ പ്രകൃതിക്ക് സംഭവിച്ചേക്കുന്നത്. ഒരു 5 മിനിറ്റ് മഴയാണെങ്കിൽ 5 മിനിറ്റ് വെയിലാണ്. അങ്ങനെ നമ്മൾ തുണിയൊക്കെ ഉണക്കാനിട്ടാൽ എടുക്കും വിരിക്കും. ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. എല്ലായിടത്തും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. പതിവ് പോലെ തന്നെ ഞങ്ങൾ എന്നും വരുന്ന സ്ഥലത്ത് മാർക്കറ്റ് സിറ്റി. എന്തായാലും ഉള്ളിൽ പോയി നോക്കട്ടെ, നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. പുറത്ത് വണ്ടി കണ്ടിട്ട് അകത്തില്ല പറയുന്ന അവസ്ഥയെന്ന്. മതി ബാ. നല്ല തിരക്കുണ്ട്.
നമ്മൾ ഫസ്റ്റ് തന്നെ സ്റ്റുഡിയോയിലാണ് കേട്ടോ കയറിയത്. അവിടെ കയറിയിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിലാണ് നമ്മൾ മാക്സിൽ പോവാറ്. സ്റ്റുഡിയോയിലാണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു. എൻ്റെ ഈ ഡ്രസ്സ് എങ്ങനെ ഉണ്ട്, ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. ഇതെനിക്ക് അമ്മു എൻ്റെ 19ാമത്തെ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. മെറ്റീരിയൽ വാങ്ങിച്ചു തന്നെയാണ്, അത് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്. ഈ ചെക്ക് കൊള്ളാം, താഴെ കിടക്കുന്ന ചെക്ക് ചെക്ക് കണ്ട കുഴപ്പമില്ല, അത് കൊള്ളാം. ഞാൻ ആ ഓറഞ്ചിൻ്റെ കാര്യം പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. അതിൻ്റെ കൂടെ ഒരു ഡാർക്ക് ക്രീം ഷെയ്ഡിലെ പാൻറ്റും കൂടെ എടുത്ത സെറ്റ്. ക്രീമല്ല, ഒരു എന്ത് കളറാണ് അതിന് പറയുന്നത്? ദിയാ പാൻറ്റ് ഉണ്ട്, ദിയാ കിടക്കുന്നത് ആ 2 പോക്കറ്റുള്ള. നിങ്ങളെ സൈസ് നോക്കിയെടുക്കും. എനിക്കിഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇല്ലേ? വേണ്ട. കളക്ഷൻ കുറവാണ് സ്റ്റുഡിയോയിൽ. അപ്പൊ അതിന് പാൻ്റെ അത് വേണ്ട. ജെൻസിൻ്റെ സൈഡിൽ കളക്ഷൻ ഭയങ്കര കുറവായിരുന്നു കേട്ടോ. എന്താണാവോ ഇപ്രാവശ്യം കളക്ഷൻ വലുതായിട്ടില്ലായിരുന്നു. പിന്നെ എനിക്ക് ആ ഓറഞ്ച് ഷർട്ട് ഞാൻ ആ വീഡിയോയിൽ കണ്ടില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ക്ലോത്ത് കൊള്ളാത്തതുകൊണ്ട് ഷിനാജിന് അത് വേണ്ടെന്ന് പറഞ്ഞ്. പിന്നെ ലേഡീസിൻ്റെ സെക്ഷനും കൂടെ വെറുതെ ഒന്ന് നോക്കി. അപ്പം ഞാനിപ്പോൾ കയ്യിലെടുത്ത് പിടിച്ച ആ ടോപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, പക്ഷേ ഞാനത് എടുത്തില്ല. പിന്നെ ഒരു കുർത്തി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കി, പക്ഷേ എല്ലാത്തിനും നല്ലോണം ആയം കാണുന്നതുകൊണ്ട് അതും എടുത്തില്ല, അതങ്ങനെ ഇട്ട്. പിന്നെ വേറെ സെക്ഷനൊക്കെ കയറി നോക്കി. ശരിക്കും ഞാൻ ഇവിടുന്ന് ഡ്രസ്സ് എടുക്കുന്നില്ല, ഞാൻ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചേക്കുന്നത്. എന്നാലും ജസ്റ്റ് വെറുതെ നോക്കിയതാണ്. അങ്ങനെ എൻ്റെ ആ സൈഡിലുള്ള ലേഡീസിൻ്റെ സൈഡിൽ നിന്ന് കുറച്ചൊക്കെ നോക്കി. പിന്നെ ഇത് ബോയ്സിൻ്റെ സൈഡിൽ തന്നെ ടീഷർട്ട് ഞാൻ എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയാണ് കേട്ടോ. പക്ഷേ അവിടെ നിന്നും എനിക്കൊന്നും അത്ര കിട്ടിയില്ല. അങ്ങനെ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ മാക്സിലേക്ക് പോയി. സ്റ്റുഡിയോയിൽ സാധാരണ എപ്പോഴും പാട്ടുണ്ടാവാറുള്ളതാണ്. ഇപ്രാവശ്യം പാട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ വോയിസ് കൊടുത്തത്. ഇല്ലെങ്കിൽ പാട്ട് ഇൻക്ലൂഡായാൽ നമുക്ക് കോപ്പിറൈറ്റ് വരുമല്ലോ. അപ്പോൾ നമ്മൾ മാക്സിൽ കയറിയിട്ട് ഈ ഒരു കോഡ് സെറ്റ് എനിക്ക് ഷിനാജിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് വന്നാൽ ഒന്നും കാണത്തില്ല. എടുക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ വന്നാൽ ഇഷ്ടം പോലെ നല്ല കളക്ഷൻസും കാണും. അതെപ്പോഴും ഉള്ളതാണ്. അങ്ങനെ ഞങ്ങൾ നേരെ മുകളിലേക്ക് കയറിയിട്ട് ഷിനാജിന് വേണ്ടിയിട്ട് ഷർട്ട് നോക്കി. ഇവിടെയും വലിയ കളക്ഷനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മളെപ്പോഴും വരുമ്പോൾ ഉണ്ടാകുന്ന പോലെ അത്ര കളക്ഷൻ ഇല്ലായിരുന്നു, കുറവായിരുന്നു. പിന്നെ ഈ ഒരു ഷർട്ട് ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ട്, വലിയ കുഴപ്പമില്ല. അങ്ങനെ ഷിനാജ് പോയത് ട്രയൽ ചെയ്ത് നോക്കി. എന്നെപ്പോലെ കുറേ സമയമൊന്നും ഷിനാജിന് വേണ്ട ഡ്രസ്സ് എടുക്കാനായിട്ട്. 1-2 എണ്ണം നോക്കും, കൂടിപ്പോയാൽ 3 എണ്ണം നോക്കും. ആ 3 എണ്ണത്തിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് അതിൽ നിന്ന് 1 എണ്ണം കൊണ്ട് ഇട്ട് നോക്കും, ഇല്ലെങ്കിൽ 2 എണ്ണം കൊണ്ട് ഇട്ട് നോക്കും. അങ്ങനെയാണ് കേട്ടോ, ഒരുപാട് സമയം വേണ്ട. അങ്ങനെ ഇതിട്ടിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെയുണ്ട്, ഇതെടുക്കട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്യുവാണ്. എനിക്ക് ഇട്ടപ്പോൾ നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഈ കളർ ഷിനാജിനില്ല, പിന്നെ ഇട്ടിട്ട് നല്ലവണ്ണം ചേരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അത് തന്നെ എടുത്തോന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ ചർച്ചയ്ക്ക് ശേഷം അത് തന്നെ ഫിക്സ് ചെയ്ത് എടുക്കണോ വേണ്ട അങ്ങനെയുള്ളൊരു മൈൻഡായിരുന്നു. പക്ഷെ ഇട്ടിട്ട് ഭംഗിയുള്ളതുകൊണ്ട് നമ്മളത് പിന്നെ എടുത്ത്. പിന്നെ എൻ്റെ വാപ്പിക്ക് ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ തന്നെ വേറെ നോക്കി. അപ്പം ഷിനാജിന് കണ്ടപ്പോൾ തന്നെ ഈ ഒരു ഷർട്ടാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. പക്ഷേ എനിക്ക് എൻ്റെ കളർ അത്ര ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ അത്ര ഡാർക്കില്ല, കുറച്ചുകൂടെ ലൈറ്റാണ് കളറ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാതെ ഞാൻ എടുക്കണ്ട എന്നുള്ളൊരിതിൽ പറഞ്ഞു. പക്ഷേ ഷിനാജ് പറഞ്ഞു ഇത് തന്നെ മതി, ഷിനാജിന് നല്ലോണം ഇഷ്ടപ്പെട്ടെന്നും പറഞ്ഞ് പിന്നെ ആ ഷർട്ട് നമ്മൾ അവിടെ നിന്ന് എടുത്ത്. അങ്ങനെ വാപ്പിക്കും ഷിനാജിനെ നമ്മൾ മാക്സിൽ നിന്ന് ഷർട്ട് എടുത്തിട്ട് ഇപ്പം ബില്ലടിക്കാൻ ഷിനാജ് പോയ സമയത്ത് ഞാൻ അവിടെ ഉള്ള കുറച്ച് കളക്ഷൻസൊക്കെ നോക്കുവാണ്, ഇയറിങ്സിൻ്റെ. അപ്പോൾ ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, എല്ലാം നല്ല രസമുള്ളതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ റേറ്റ് കണ്ടപ്പോഴത്തേക്കും ആ ഇഷ്ടമൊക്കെ പോയി. 250 സംതിങ് ഒക്കെയാണ് കേട്ടോ. ഇവിടെ കിടക്കുന്ന എല്ലാ കമ്മലിനും ഏകദേശം ആ റേറ്റ് വരുന്നുണ്ട്. അതിൽ കുറവ് ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടില്ല. പക്ഷെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് വീഡിയോ എടുത്തതാണ്. ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാമല്ലോ ഇവിടുത്തെ കളക്ഷൻസൊക്കെ. അപ്പോൾ അങ്ങനെ എടുത്തതാണ് ഞാൻ. ഇതൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ റേറ്റ് ഭയങ്കര ഓവറായതുകൊണ്ട് വാങ്ങിക്കാനുള്ളൊരു മനസ്സേ ഇല്ലായിരുന്നു. ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ടെടുത്ത് നോക്കി അങ്ങനെ വെച്ച്. പിന്നെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കമ്മലാണ് കേട്ടോ. ഇപ്പം ഞാൻ എടുക്കും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് എടുക്കണോ വേണ്ടേ എന്നുള്ളൊരു മൈൻഡിൽ ഞാനിങ്ങനെ നിന്ന് ഞാൻ പറഞ്ഞ പോലെ റേറ്റ് കണ്ടപ്പോഴത്തേക്കും സംഭവം തിരിച്ചു വെച്ച്. പിന്നെ ഇങ്ങനെ ഹെയർ ക്ലിപ്പും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ ടൈം ആയതുകൊണ്ട് വാട്ടർ ബോട്ടിൽസും
ബോക്സും ബാഗും ബുക്കും അങ്ങനത്തെ ഐറ്റംസൊക്കെ മാക്സിലുണ്ടായിരുന്നു കേട്ടോ, ലഞ്ച് ബോക്സൊക്കെ. അപ്പം ഞാനതൊക്കെ വെറുതെ നോക്കി. ഇതൊക്കെ കാണുമ്പോൾ ഒരു നൊസ്റ്റു ഫീലാണ്. സത്യം പറഞ്ഞാൽ ഈ സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ വീഡിയോയും സ്കൂൾ തുറക്കുന്ന ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സ്കൂൾ ലൈഫ് അങ്ങ് മിസ് ചെയ്ത് സ്കൂളിൽ പോകാനൊക്കെ തോന്നിപ്പോയി. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് അറിയാം. അങ്ങനെ ഞങ്ങൾ മാക്സിൽ നിന്ന് ഡ്രസ്സ് എടുത്തിട്ട് നേരെ സ്റ്റുഡിയോയിലേക്ക് പോയി. എൻ്റെ അനിയനൊരു ടീഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിൽ നോക്കിയിട്ട് നമുക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അങ്ങനെ സ്റ്റുഡിയോയിൽ കയറിയിട്ട് അവൻ ആ ഒരു വൈറ്റ് കളർ ടീഷർട്ട് എടുത്ത് ഫുഡ് കോർട്ടിൻ്റെ വാതിക്കയിൽ ഒരു കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ്. ഞങ്ങൾ എന്ത് ഫുഡ് കഴിക്കണമെന്ന്. കുനാഫ ചോദിച്ചൊന്നും പക്ഷെ കിട്ടിയില്ല. കുനാഫയാണ് എക്സ്പെക്റ്റ് ചെയ്ത് വന്നത്, അവിടെ സ്റ്റോക്ക് ഔട്ടായെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എന്ത് കഴിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇന്ന് ഭയങ്കരമായ ചർച്ചയും ആലോചനയ്ക്ക് ശേഷം ഫൈനലി ഞങ്ങൾ മൊമോസ് തന്നെ കഴിച്ച്. ഭയങ്കര ഭാഗ്യം ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ട് കുനാഫ അവിടെ ഇല്ലായിരുന്നു. കുനാഫ ഞങ്ങൾ രണ്ടുപേരും കഴിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ട്രൈ ചെയ്യാമെന്നും പറഞ്ഞാണ് പോയത്, പക്ഷേ സംഭവം കിട്ടിയില്ല. പിന്നെ മൊമോസ് തന്നെ ലാസ്റ്റ് ഓർഡർ ചെയ്ത്. മൊമോസ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പൊതുവേ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഞങ്ങളെവിടെ കണ്ടാലും കഴിക്കാറുണ്ട്. പക്ഷേ ഇവിടുന്ന് കഴിക്കണ്ട, കുനാഫ കഴിക്കാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ അത് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു കോംബോ ആയിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൈഡ് ഉണ്ടായിരുന്നു, സ്റ്റീമഡ് ഉണ്ടായിരുന്നു, പിന്നെ ഷെസ്വാൻ ഉണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും 3 പീസ് വീതം ഉണ്ടായിരുന്നു. പിന്നെ പൈനാപ്പിൾ ജ്യൂസും തണ്ണിമത്തൻ അതുമാണ് വാങ്ങിച്ചത്. തണ്ണിമത്തൻ ഷിനാജിനും പൈനാപ്പിൾ എനിക്കും. എനിക്ക് ആ തണ്ണിമത്തൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ല ഫുഡ് കഴിക്കുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാമറ ഓൺ ആക്കി അവിടെ എന്നെ മാത്രം ഫോക്കസ് ചെയ്ത് വെച്ചേട്ടാ. അപ്പോൾ ഷിനാജ് എന്നോട് ചോദിക്കുക നിന്നെ മാത്രം കിട്ടിയാൽ മതി, എന്നെ കിട്ടണ്ടേന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങനെ തിരിച്ചു വെച്ചതാണ് കേട്ടോ. പിന്നെ പുറത്തുനിന്നുള്ള ഫുഡ് മാക്സിമം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനത്തിലാണ് കേട്ടോ. കാരണം ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞ ശേഷം അത്യാവശ്യം തടി വെച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിലും തടി ഓവറാണ്, ഷിനാജിനാണെങ്കിലും ഓവറാണ്. അപ്പം മാക്സിമം ഇനി ഫുഡ് ഒഴിവാക്കി ഡയറ്റൊക്കെ തുടങ്ങാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു കലാശക്കൊട്ടാണ് ഈ മൊമോസ് കഴിച്ചത്. ഇനിയിപ്പോൾ എന്താകുമെന്നൊന്നും അറിയത്തില്ല. മാക്സിമം ഞങ്ങൾ കഴിക്കാതിരിക്കാൻ ശ്രമിക്കുമെന്നല്ല കഴിക്കാതിരിക്കും. കാരണം തടി കൂടിയാൽ പ്രശ്നമാണ്. നമുക്ക് മാക്സിമം ഇനി തടി കുറക്കണം. ഇനി ഡയറ്റൊക്കെ തുടങ്ങാൻ ഞാൻ ഒരു പ്ലാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും തുടങ്ങും. അതിന് മുക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി അതിൽ ഗ്രേവി ഉണ്ട്. ഇഷ്ടക്കുള്ളവാ ഇല്ല, സ്പൂണ് നമുക്ക് ശരിയാക്കാം. തീർക്കുമ്പോൾ ആലോചിച്ചാണ് ആ ഷെസ്വാൻ്റെ ഒരു പീസ് എടുത്ത് കഴിച്ചപ്പോഴത്തേക്ക് എൻ്റെ പൊന്നോ അണ്ടനാളം വരെ കത്തിപ്പോയി. അത്രയ്ക്ക് എരിവായിരുന്നു. ആ ഒരു എരിവിൽ ഞാൻ എൻ്റെ ജ്യൂസ് മൊത്തം കുടിച്ച് തീർത്ത് കേട്ടോ. പിന്നെ അടുത്ത പീസ് കഴിക്കാൻ നേരത്തും കുടിക്കാനൊന്നുമില്ല. അപ്പോൾ ഷിനാജിൻ്റെ ജ്യൂസ് ഞാൻ കട്ട് കുടിച്ചാണ്. ഇഷ്ടമില്ലെങ്കിലും കുറച്ച് കുടിച്ചാണ് എരിവ് കാരണം. അങ്ങനെ ഭയങ്കര എരിഞ്ഞിട്ട് പോയി വായെല്ലാം കഴിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും പകുതി എത്തിയപ്പോൾ നല്ല മഴ പെയ്യാൻ തുടങ്ങി. വീഡിയോയിൽ കാണുന്നില്ലെങ്കിലും മഴ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ റെയിൻ കോട്ടൊക്കെ ഇട്ട് നമ്മളങ്ങനെ പറപ്പിച്ച് പോയി. പിന്നെ എനിക്ക് മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാമിയയിൽ വന്നതാണ്. മഴ നനഞ്ഞുകൊണ്ട് കണ്ണിൻ്റെ അവസ്ഥ എനിക്ക് ഐലൈനർ ഫുള്ള് പടർന്ന് ആകെ കോളായി. പിന്നെ തുടച്ച് ശരിയാക്കിയിട്ടാണ് ഞാൻ അകത്തോട്ട് പോയത്. ഇവിടുന്ന് മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അകത്ത് കയറിയപ്പോഴത്തേക്കും ഒരുപാട് കളറുള്ളതായിട്ട് തോന്നി. പക്ഷേ ഓരോന്നെടുത്ത് നോക്കുമ്പോഴും ഒന്നും ഇഷ്ടപ്പെടാത്തൊരവസ്ഥയായിരുന്നു. എന്താണെന്നറിയത്തില്ല, ഞാൻ ഇവിടുന്ന് ഉദ്ദേശിച്ച് പോയൊരു കളറല്ല എനിക്ക് കിട്ടിയത്. ഏകദേശം അതിനോടൊക്കെ മാച്ച് ഉണ്ടെങ്കിലും സെയിം കളറല്ല കേട്ടോ എനിക്ക് കിട്ടിയത്. പിന്നെ കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ എടുത്തത്. അപ്പോൾ റെഡിമെയ്ഡ് എടുക്കാണ്ട് ഞാൻ മെറ്റീരിയൽ എടുക്കാനായിട്ടൊരു കാര്യമുണ്ട് കേട്ടോ. നമുക്ക് പെരുന്നാൾ കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് തന്നെ ഒരു കല്യാണം വരുന്നുണ്ട്. അപ്പോൾ ഞാനും അമ്മു സുനീറയൊക്കെ മെറ്റീരിയൽ എടുത്തിട്ട് പല കളർ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ ഇടാമെന്നുള്ളൊരു പ്ലാനിൽ ഡ്രസ് കോഡ് പോലെ ചെറിയ രീതിയിൽ അപ്പോൾ ഞാനങ്ങനെ മെറ്റീരിയൽ എടുത്തതാണ്. അപ്പോൾ ഈ ഒരു കളറാണ് ആദ്യം ഞാനൊരു ലൈറ്റ് പീച്ച് നോക്കിയിട്ടാണ് കേട്ടോ പോയത്. പീച്ച് അല്ലെങ്കിൽ പിസ്ത ഗ്രീൻ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഈ ഒരു കളർ എനിക്ക് കുഴപ്പമില്ലാണ്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് ഡാർക്കാണോ എന്നുള്ളൊരു ഡൗട്ട് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ മിററിലൊക്കെ വെച്ച് നോക്കി. ഫൈനലി ഇതേ ഞാൻ ഈ പിടിച്ച കളറില്ലേ അതാണ് കേട്ടോ ഞാൻ എടുത്തത്. മറ്റേത് കുറച്ചുകൂടെ ഡാർക്കായിട്ട് തോന്നിയതുകൊണ്ട് ഈ ഒരു കളറാണ് ഞാൻ എടുത്തത്.
അപ്പോൾ അങ്ങനെ അതെടുത്തിട്ട് പിന്നെ എൻ്റെ ഉമ്മാക്കും ഷിനാജിൻ്റെ ഉമ്മാക്കൊക്കെ നൈറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ഈ നൈറ്റിയുടെ സെക്ഷനിലോട്ട് വന്ന് ഇവിടെ വന്നിട്ട് ഇതേ ആ ഒരു വാടാമുല്ല കളർ കണ്ടില്ല, റെഡിൻ്റെ അടിയിൽ കിടക്കുന്നത്, അതാണ് എൻ്റെ ഉമ്മാക്ക് എടുത്തത്. ഇത് ഷിനാജിൻ്റെ ഉമ്മാക്ക് എടുക്കാൻ വേണ്ടി നോക്കി, പക്ഷേ ചെറിയ ഡാമേജ് ഉണ്ടായിരുന്നു അതിന്. പിന്നെ ഇതും ഷിനാജിന് ഇഷ്ടപ്പെട്ടായിരുന്നു. ഉമ്മാക്ക് വേണ്ടിയിട്ട് ഷിനാജാണ് കേട്ടോ നോക്കിയെടുത്തത്, എൻ്റെ ഉമ്മാക്ക് ഞാനും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നൈറ്റി എല്ലാം എടുത്ത് ബില്ലടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ പൊന്നോ മഴ അങ്ങോട്ട് തകർത്ത് പെയ്യാൻ തുടങ്ങി. ഭയങ്കര മഴയായിരുന്നു. ഈ മഴയത്ത് നമുക്ക് പോക്ക് നടക്കാത്തതുകൊണ്ട് നമ്മളവിടെ കുറച്ച് നേരം നിന്ന് പിന്നെ പോകുന്ന വഴി വീട്ടിലേക്ക് കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. എൻ്റെ ഉമ്മാക്കും ഷിനാജിൻ്റെ ഉമ്മാക്കും ഒക്കെ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവിടെ നിന്ന് 2 പീസ് കേക്കും വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. നമ്മളവിടെ നിന്ന് കേക്ക് വാങ്ങി ഇറങ്ങിയപ്പോഴും ഭയങ്കര തകൃതിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ടൈം ഒരുപാടായതുകൊണ്ട് നമ്മൾ മഴ നോക്കിയില്ല. പിന്നെ അവിടെ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. ഇവിടെ വന്നിട്ട് ഉമ്മാമാർക്ക് എടുത്ത നൈറ്റി ഇങ്ങനെ 2 പേർക്കും കാണിച്ചു കൊടുത്ത്, പിന്നെ എൻ്റെ ഡ്രസ്സും ഷിനാജിൻ്റെ ഡ്രസ്സും എല്ലാവർക്കും എടുത്ത ഡ്രസ്സൊക്കെ അങ്ങനെ കാണിച്ചു കൊടുത്ത്. കൊള്ളത്തില്ലേ? എല്ലാത്തിലും അങ്ങനത്തെ ഉള്ളു, തേപ്പുള്ളേ ഉള്ളു. എന്നുവെച്ചാൽ കഴുകുമ്പോൾ പോകുമെന്ന്, പക്ഷെ കുറെ കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ, ഒറ്റ കഴുകാലൊന്നും പോകത്തില്ല. അങ്ങനെ ഡ്രസ്സെല്ലാം കാണിച്ചു കൊടുത്ത് ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന പീസ് കേക്ക് കഴിക്കാനെടുത്ത് നട്ടി ബബിളും പിന്നെ റാഫലോടെ കേക്കുമാണ് കേട്ടോ വാങ്ങിച്ചത്. റാഫലോടേന് 90ഉം നട്ടി ബബിളിന് 80 വരുന്ന ഒരു പീസിന്. അങ്ങനെ നമ്മൾ കേക്കെല്ലാം കഴിച്ചു. എനിക്ക് രണ്ടിലും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് നട്ടി ബബിളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ആരെങ്കിലും വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.